ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും നേരെയുണ്ടായത് അതിശക്തമായ ആക്രമണങ്ങളായിരുന്നു. അതിൽ ഏറ്റവും ഭീതിജനകമായ ഒന്നായിരുന്നു ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ കുങ്കുമക്കുറിയും ക്രൂരഭാവങ്ങളുമായി ഇടിച്ചു കയറിയെത്തിയ ഒരു ചെറുപ്പക്കാരൻ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ നടത്തുകയും ആധാർ കാർഡ് കാണിക്കുവാൻ ആക്രോശിക്കുകയും ചെയ്തത് അതാരും അങ്ങനെ പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല. സാധു സത്യനിഷ്ഠ ആര്യ എന്ന പേരുള്ള അയാൾ ഉത്തർപ്രദേശിലെ ഏതോ തീവ്ര ഹിന്ദു നേതാവാണ് എന്നായിരുന്നു അന്ന് ഏവരും കരുതിയിരുന്നത്. എന്നാൽ അയാളുടെ അസ്തിത്വത്തെ ചികഞ്ഞെടുത്ത ചില മാധ്യമങ്ങൾ അയാൾ സുന്യൂർ റഹ്മാൻ എന്ന എക്സ് മുസ്ലിം ആണെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ക്രൈസ്തവരെ തോണ്ടുകയും അവരുടെ അനുഷ്ഠാനങ്ങളെ അലങ്കോലമാക്കുകയും ചെയ്തത് ഇഷ്ടപ്പെട്ട ചില തീവ്ര വലത് നേതാക്കന്മാർ സത്യനിഷ്ഠ ആര്യയെ ന്യായീകരിക്കുകയും എന്നാൽ ക്രൈസ്തവർ ഒന്നടങ്കം സത്യനിഷ്ഠയുടെ പ്രവർത്തികളെ അപലപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ടിയാൻ ഹിന്ദു നേതാവായി അഭിനയിക്കുകയായിരുന്നുവെന്നും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേപ്പാൾ വഴി നുഴഞ്ഞു കയറി വന്ന അസൽ ബംഗ്ലാദേശിയാണ് എന്നുമുള്ള അയാളുടെ യഥാർത്ഥ അസ്തിത്വം വ്യക്തമാക്കിക്കൊണ്ടും ഹിന്ദുത്വത്തെ മറയാക്കിക്കൊണ്ട് അയാൾ വലിയ തട്ടിപ്പുകൾ നടത്തുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ തട്ടിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഫരീദ്പൂർ സ്വദേശിയായ സുന്യൂർ റഹ്മാൻ 2016 നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കിടക്കുകയും ഹിന്ദുത്വ അനുഷ്ഠാനങ്ങളെ മറയാക്കി പിടിച്ചുകൊണ്ട് ഗാസിയാബാദിൽ അനധികൃതമായി താമസിച്ചു വരികയുമായിരുന്നു. 2018 അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കാലഹരണപ്പെട്ടെങ്കിലും അത് പുതുക്കാതെ ഒരു സന്യാസിയുടെ വേഷം കെട്ടി ജീവിക്കാൻ തുടങ്ങി. വൈകാതെ ശ്രീ സത്യനിഷ്ഠ ആര്യ എന്ന അപരനാമം സ്വീകരിച്ച് ജയ് ശ്രീറാം മന്ത്രണം തന്റെ അലങ്കാരമാക്കി മാറ്റി. ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെയും ക്രിസ്തു മതത്തെയും ലക്ഷ്യം വെച്ചുള്ള നിന്ദ്യവും വിദ്വേഷം നിറഞ്ഞതുമായ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി ഇയാൾ അവതരിപ്പിച്ചത്. അധികമായി ഇയാൾ അവഹേളിച്ചതും ഉപദ്രവിച്ചതും ക്രൈസ്തവികതയായിരുന്നു. ഹിന്ദു മതവിശ്വാസിയുടെ വേഷം ധരിച്ച് ഇയാൾ ഇന്ത്യയിലുടനീളം മതത്തെയും തത്വചിന്തയും കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും തീവ്ര വലത് സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള വ്യാജ നീക്കങ്ങൾക്കിടയിലായിരുന്നു ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അങ്ങേയറ്റം ഹീനമായ ആക്രമണങ്ങൾ നടത്തിയത്. ക്രിസ്മസ് ദിനങ്ങളിൽ ഗാസിയാബാദിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെയും ഭാര്യയും ഉപദ്രവിക്കുകയും യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയും ചെയ്ത കേസിൽ അദ്ദേഹത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചതിനാൽ ചില തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചിരുന്നതിനാലാവാം ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പേടിഎം, ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ആളുകളിൽ നിന്ന് അദ്ദേഹം ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടുമായിരുന്നു രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിച്ചത്. കൂടാതെ വിവാദപരവും പ്രകോപനപരവുമായ പ്രവർത്തനങ്ങളിൽ ഇയാൾ നിരന്തരം ഏർപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ചുപേരെ ഏറെ പേരെ കുറച്ചു കാലവും കബളിപ്പിക്കാമെങ്കിലും എല്ലാവരെയും എക്കാലവും കബളിപ്പിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം മറ്റു മനുഷ്യർക്ക് മുമ്പിൽ വീണ്ടും ഒരു പാഠമാക്കി കാട്ടിക്കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ലക്ഷ്മൺ ഝൂലയിലെ ഒരു ആശ്രമത്തിൽ ഇയാൾ എത്തിയപ്പോൾ പോലീസ് നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെ വെള്ളിയാഴ്ച പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാളുടെ ബംഗ്ലാദേശി പാസ്പോർട്ടും ഒപ്പം ചില രേഖകളും കണ്ടെടുക്കുകയും ചെയ്തതോടെയാണ് പ്രച്ഛന്ന വേഷധാരിയായി നടന്ന ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരുന്ന ആ കുറ്റവാളി അറസ്റ്റിലാകുന്നത്. ഉത്തരാഖണ്ഡ് പോലീസ് കേസുമായി ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. സത്യനിഷ്ഠ എന്ന റഹ്മാന്റെ മുഴുവൻ ഇടപാടുകളും ഇപ്പോൾ അന്വേഷണത്തിലാണ്. സാധുവായ രേഖകളില്ലാതെ ഇയാൾ എത്ര കാലമായി ഇന്ത്യയിൽ താമസിച്ചിരുന്നു എന്നതടക്കം ഇയാൾ നടത്തിയ എല്ലാ ഇടപാടുകളും വെളിച്ചത്തു വരുമെന്ന് ചുരുക്കം. BNS ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്നിവയിലെ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുന്യൂർ റഹ്മാൻ തങ്ങളെ പച്ചയ്ക്ക് തേക്കുകയായിരുന്നു എന്ന് അറിഞ്ഞതോടെ ഹിന്ദുത്വ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും കടുത്ത ജാള്യതയിലും ഞെട്ടലിലുമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇത്തരക്കാർ ഭൂരിപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നതായി അഭിനയിക്കുകയും മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് കലാപം സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത്തരക്കാർക്കെതിരെ അതിശക്തമായ ജാഗ്രതയും നിരീക്ഷണവും അനിവാര്യമാണ്.